അറിയാതെ കൊല്ലാൻ നിങ്ങൾ എനിക്ക് കൂട്ടുനിന്നാൽ 50-50. 50-50. അയ്യേ എന്താ ഇത്? ഈച്ച ഈച്ച ഈച്ച? പാലിൽ ഈച്ച. ഞാൻ കണ്ടില്ലല്ലോ. അതൊരു പ്രത്യേക ഈച്ച ഇറങ്ങിയിട്ടുണ്ട്. നേരിട്ട് കാണാൻ ബുദ്ധിമുട്ടാ. നമ്മൾ സൂക്ഷിച്ചു നോക്കിയാലേ കാണാൻ പറ്റൂ. 2 ഈച്ച പാലിലുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്നുകൊണ്ട് കണ്ടു. ഞാൻ നോക്കിയിട്ടാ കുടിക്കാൻ. ഈച്ചകളാണ് രോഗങ്ങൾ പരത്തുന്നത്. 1ാം ക്ലാസ് മുതലേ നമ്മൾ പഠിച്ചിട്ടില്ല അച്ഛാ. ചുമ, കൊര, വാത, പിത്ത, കഫം, രക്തം, പോക്ക്, വരവ്, തിന്നല്, തിന്നാതിരിക്കല്, ചാകല്, ചാകാതിരിക്കല്, കുഷ്ഠം, കിഷ്ടം, കാഷ്ടം, ഇതെല്ലാം ഈച്ചകളാണ് പരത്തുന്നത് അച്ഛാ. ഇവര് മരുന്ന് കച്ചവടം ഉണ്ടോ? വല്യച്ഛന്റെ പുഴുക്കടി. പുഴുക്കടി മാറ്റാനുള്ള മരുന്ന് ആശുപത്രിയിലുണ്ടെന്ന് പറയാനാ ഞാൻ വന്നത്. ആനക്കാര്യത്തിന്റെ ഇടയ്ക്ക് അവന്റെ ഒരു പുഴുക്കാര്യം. ആ പെണ്ണിനെ ഇവിടെ നിറക്കപ്പെടാനുള്ള വഴി വല്ലതും ആലോചിക്ക്. എന്താ ഈ പറയണേ? അവൾ അച്ചുവേട്ടനെ കൊല്ലുവെന്നോ? അങ്ങേരെ മാത്രമല്ല, വേണ്ടി വന്നാൽ നിങ്ങളെയും കൊല്ലും. രാവിലെ ഞാനില്ലായിരുന്നേ കാണായിരുന്നു ആത്മാർത്ഥ സുഹൃത്തിന്റെ ഡെഡ് ബോഡി. പാലിലല്ലേ വിഷം ചേർത്ത് കൊടുക്കാൻ നോക്കിയത്. ഇവളെ കൊണ്ടുവന്നത് ആ പരമേശ്വരൻ നായരും കൂട്ടരുമാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാനൊന്നുമില്ല. നടന്ന സംഭവങ്ങളെല്ലാം അച്ഛൻ നായരോട് തുറന്നു പറയണം. അയ്യോ, ഈ അവസ്ഥയിൽ പറഞ്ഞ അങ്ങനെ വിശ്വസിക്കുവോ? വിശ്വസിപ്പിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഇങ്ങോട്ട് വന്നേ. അല്ല, അങ്കിൾ എന്തിനാ രാവിലെ തന്നെ വെള്ളത്തിൽ നോക്കി നിൽക്കുന്നത്? ഒരാൾക്ക് മുങ്ങിച്ചാകാനുള്ള ആഴം ഉണ്ടോ നോക്കിയതാ. അങ്കിളിന് അത് വേണ്ടി വരും തോന്നില്ല. അവിടെ നിന്നെ ഇവിടെ കൊണ്ടുവന്ന ആ തെണ്ടുകളാണെന്നുള്ള എനിക്കറിയാം. പക്ഷെ നിന്റെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല. അയ്യോ, അങ്കിൾ എന്താ ഈ പറയുന്നേ? ഞാൻ ശോഭയാ. എല്ലാരെയും ഇട്ടും വട്ടുപിടിപ്പിക്കുന്നുള്ള എന്റെ അടുത്ത് വേണ്ട കേട്ടോ. നല്ല രീതിയിലാണെങ്കിൽ ഞാനും നന്നായിട്ട് പെരുമാറും. മോശമാണെങ്കിൽ എന്നോളം മോശം വേറൊന്നില്ല. ഉള്ള സത്യം തുറന്നു പറയുന്നതാ നല്ലത്. എന്ന് പറയട്ടെ. മാണിക്യമംഗലത്ത് അച്യുതൻ നായരുടെ രഹസ്യബന്ധത്തിലുണ്ടായ മകൾ ഇപ്പോൾ ഈ സ്വത്തുക്കളുടെ എല്ലാ അവകാശിയായ ശോഭ നായർ. അനാവശ്യം പറയരുത്. നീ ശോഭയല്ല. അല്ല അല്ല എന്താ അവിടെ? മേനോ വലിയ സന്തോഷത്തിലാണല്ലോ. ശോഭ അല്ല, മഹാദേവൻ പറഞ്ഞ ഒരു തമാശ ശോഭ എന്നോട് പറഞ്ഞു. ചക്കിക്കൊത്ത ശങ്കരൻ. മഹാദേവനെ പോലെ തന്നെ ശോഭയും വലിയ തമാശക്കാരിയാ. 2 മിനിറ്റിനുള്ളിൽ 3 തമാശ എന്നോട് പറഞ്ഞു. അല്ല അങ്കിൾ, ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കട്ടെ? എന്താ മോളെ? അല്ല, ഇതിനിടയ്ക്ക് ഞാൻ ഒരു തമാശ പറഞ്ഞു. അത് ചേട്ടനോട് പറയട്ടെ എന്ന് ചോദിക്കുകയാണ് അല്ലേ? അയ്യോ, അങ്കിള് ഭയങ്കര തമാശക്കാരനാ. ഞങ്ങളുടെ ഈ ഫ്രണ്ട്സ് സർക്കിളിലൊക്കെ അങ്കിളിനെ വിളിക്കുന്ന പേരെന്താണെന്നറിയോ? പുളുവടി പേരോ. ചേട്ടന്റെ കാര്യം പറഞ്ഞേ. അച്ഛാ, അങ്കിള് നേരത്തെ പറഞ്ഞത് തമാശയൊന്നുമില്ല. അച്ഛന്റെ അടുത്തൊന്ന് മറച്ചു വെക്കുക. എന്ത്? അങ്കിളിനൊരു സംശയം. സംശയം എന്ന് വെച്ചാൽ വെറും സംശയമില്ല. 2 ദിവസമായി ഒരു നെഞ്ചുവേദന തുടങ്ങിയിട്ട്. പ്രായമായ സ്ഥിതിക്ക് ഹാർട്ടിന്റെ അസുഖമാണോന്ന്. നേരാണോ? എന്നിട്ട് നീ എന്താ എന്നോട് പറയായിരുന്നേ? അയ്യേ, ഇതുവരെ ഗ്യാസ് ഒന്നുമല്ല. ഞാൻ നഴ്സിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആളാ. എനിക്ക് കണ്ടാലറിയാം ഇത് ഹാർട്ട് കംപ്ലൈന്റിന്റെ തുടക്കം തന്നെയാ. എന്നാ ഇനി ഒന്നും ആലോചിക്കേണ്ട, നമുക്കൊരു കാർഡിയോളജിസ്റ്റിനെ കാണാം. എന്തിനാ പെങ്ങളെ ഈ സൂചി എല്ലാം കൂടെ എന്റെ ദേഹത്ത് കുത്തി കയറ്റുന്നേ? ഓരോ മണിക്കൂർ ഇടവിട്ട് ഇഞ്ചക്ഷൻ കൊടുക്കണമെന്നാ ഡോക്ടർ പറഞ്ഞു. എനിക്ക് അസുഖമൊന്നും ഇല്ലല്ലോ. അത് സാറ് മാത്രം തീരുമാനിച്ചാ മതിയോ? അവിടെ നിൽക്കണോ വക്കീലേ? എങ്ങോട്ടാ രാവിലെ ഫയലപ്പൊക്കെ പിടിച്ചോട്ട്? അല്ല, പരമേശ്വരനായോ പരമേശ്വരനാണല്ലോ. എടോ, താൻ ഒരുത്തക്കാരൻ, ഞാൻ പെരുവഴിയിലാവും. തന്റെ ജാതകത്തിലുള്ളത് മാറ്റാൻ പറ്റുമോ രമേശ്? എന്റെ ജാതകത്തിൽ മറ്റൊന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ഒരു കോന്തം വക്കീലിനെ കൊല്ലുവന്നു. താൻ കാരണം അല്ലോട് അവനോട് കൊണ്ടുവന്നത്. അവനാണ് എന്റെ മരുമകനായി. അവനിപ്പോ ഒരു ഭാര്യയുമായി. 10 മാസം കഴിയുമ്പോ ഒരു കുഞ്ഞു ആവും. എനിക്കൊരു സംശയം, അവര് ഭാര്യാഭർത്താക്കന്മാര് തന്നെയാണോ എന്ന്. എനിക്ക് സംശയം വേറെയാ. താനാണോ അവളെ ഇവിടെ കൊണ്ടുവന്നെന്ന്? എല്ലാം വരുത്തി വെച്ചിട്ട് ഈ കുരുക്കളിക്കാൻ താൻ തന്നെ ഒരു മാർഗം പറഞ്ഞതാ. മാർഗമുണ്ട്. ശോഭയെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി മദറാണ്. അവളുടെ മദർ മരിച്ചു പോയിട്ട് 10-15 വർഷമായെന്ന് താൻ തന്നെയല്ലേ പറഞ്ഞത്? ആ മദറല്ല, ഈ മദർ. ഞാൻ ഇതുപോലൊരു കേസ് പറവൂർ കോടതിയിൽ വാദിച്ചിട്ടുണ്ട്, വിജയിച്ചിട്ടുമുണ്ട്. ശോഭ വളർന്ന അനാഥാലയത്തിലെ മദറിനെ കൊണ്ടുവന്നാൽ ഇവൾ ശോഭ തന്നെയാണോ അല്ലയോ എന്ന് തിരിച്ചറിയാം. വക്കീലേ,
ഓ താൻ വക്കീലല്ലടോ, എന്റെ സ്വന്തം തന്തയാ. അയ്യോ. ഉവ്വ, എന്തൊരു ബുദ്ധി. മേനോൻ സാറേ, അയ്യോ എന്തൊരു കിടപ്പായത്. എപ്പ തട്ടിപ്പോകുന്ന ഡോക്ടർ പറഞ്ഞത്? ഭാര്യയ്ക്കും മകൾക്കൊക്കെ ആലോട്ടിട്ടുണ്ട്, അതുവരെ ജീവൻ പിടിച്ചു നിർത്തണം. അവിടെയും പറഞ്ഞോ? കണ്ണടയ്ക്കുമ്പോ ബന്ധുക്കളൊക്കെ അടുത്ത് വേണ്ടേ? അത് പറഞ്ഞപ്പോഴാ. അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ സാധിച്ചു തരാം. മണ്ണാൻ കട്ട വയറ് പോലെ ഓടി കിടന്ന് എന്നെ പിടിച്ച് അഡ്മിറ്റ് ചെയ്ത് അവൾ ഒറ്റ ഒരുത്തിയായിരുന്നു കാരണക്കാരി. ഏയ്, അവൾ അങ്ങനെ ചെയ്യൂ? അവള് വെറും പാവല്ലേ. തനിക്കെന്താ അവളോട് പ്രേമം തോന്നി തുടങ്ങിയ? മേനോൻ സാറേ, ദൈവം നിങ്ങൾക്ക് അറിഞ്ഞു തന്ന ശിക്ഷയാണിത്. ഞാൻ നിങ്ങളോട് അപ്പോഴേ പറഞ്ഞല്ലേ അവൾ ആള് ശരിയല്ലെന്ന്. അവളിങ്ങനെ ഓരോരുത്തരെ ആശുപത്രിയിലും ഭ്രാന്താശുപത്രിയിലും ഒക്കെ ആക്കി ഒടുവിൽ അച്ചു വന്ന് ആരെ കൊല്ലും. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നടക്കില്ല. ഇന്ന് തന്നെ അവളെ ഞാൻ ഇവിടെ നിറക്കും. ഇനി നിങ്ങൾ അവളെ പറഞ്ഞു വിടേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ അവൾ ഇറങ്ങും. എങ്ങനെ? ആ പരമേശ്വരൻ നായരും കൂട്ടരും ശോഭ വളർന്ന അനാഥാലയത്തിൽ നിന്ന് മദറിനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയിട്ടുണ്ട്. മദർ വരുമ്പം ഇവള് ശോഭയാണോ അല്ലയോ എന്ന് അറിയാലോ. എങ്ങോട്ടാ പോന്നേ? എവിടുന്നാ? ശോഭയുടെ അച്ഛനാ? പത്തനാപുരം സെന്റ് മേരീസ് കോൺവെന്റിൽ നിന്നാ ഞാൻ വരുന്നത്. ശോഭ ഞങ്ങളുടെ കോൺവെന്റിലാ വളർന്നത്. ആഹാ. ശോഭ ഇവിടെ ഇല്ലേ? മോളിലുണ്ട്, വരൂ. മോളെ ശോഭേ. മോളെ ശോഭേ, സ്വന്തം അച്ഛനെ കിട്ടിയപ്പോ നീ ഞങ്ങളെയൊക്കെ മറന്നു അല്ലേ? ഒരു കത്ത് പോലും ഇല്ലെന്ന പരിഭവത്തിൽ അവിടെ എല്ലാരും. മോളെ സുഖം തന്നെയല്ലേ? അല്ല പ്രഭാകര, ഇത്ര പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്തോ അതോ ആശുപത്രിക്കാരെ വെട്ടിച്ചു പോന്നോ? ഇപ്പൊ എങ്ങനെയുണ്ട്? എന്റെ പൊന്ന് ചേട്ടാ, ഇപ്പൊ എല്ലാം ശരിയായി അല്ലേ? എക്സ്ക്യൂസ് മീ, മദറിന് കണ്ണിന് കാഴ്ചക്കുറവ് വല്ലതും ഉണ്ടോ? എന്റെ കാഴ്ചക്ക് ഒരു കുറവുമില്ല. എന്താ ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ? അല്ല, ശോഭ മദറിനെ കണ്ടിട്ട് 2 കൊല്ലം ആയില്ലേ? ശോഭയുടെ ഫേസ് കട്ട് പഴയ പോലെ തന്നെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാ. എന്റെ കുട്ടിക്ക് ഒരു വ്യത്യാസമില്ല, അതേ ശോഭ തന്നെ. ഇത് ഒറിജിനലാ. ഞാൻ ശോഭയെന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത്. ഞാൻ രാധയാണെന്ന് ആ പാവം അച്ഛനറിയുമ്പോ എന്താ ഉണ്ടാവുകയെന്നറിയില്ല. രാധേ, ആ മഹാദേവന്റെ പേരിൽ അയാൾ എന്തിനാ അവിടെ വന്ന് നിൽക്കുന്നത്? അതാ എനിക്ക് മനസ്സിലാകാത്തത്. എന്തൊക്കെയോ ഒളിച്ചുകളികൾ അവിടെ നടക്കുന്നുണ്ട്. അച്യുതൻ നായരോട് അയാൾ മഹാദേവനല്ല എന്ന് അറിയിക്കുന്നതല്ലേ നല്ലത്? ഉടനെ അറിയിച്ചാൽ ഒരുപക്ഷെ നമ്മുടെ ആഗ്രഹങ്ങളൊന്നും നടന്നില്ലെന്ന് വരും. തൽക്കാലം ഇങ്ങനെ പോട്ടെ. ഏതായാലും അയാൾ കുഴപ്പക്കാരനല്ലെന്ന് മനസ്സിലായി. ഓരോ ദിവസവും ഓരോ കള്ളങ്ങളാ ഞാൻ അയാളോട് പറയുന്നത്.